ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 96 ലോക്സഭാ സീറ്റുകളിലെ തിരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് ചൂടിൽ. 3 മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് മുന്നോടിയായി ഇന്ന് പൂരവിളംബരം. തൃശൂർ പൂരം നാളെ. കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിൽ. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. 26-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 29 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മെയ് 13-നാണ് 4ാം ഘട്ട വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ആന്ധ്രാപ്രദേശിലെ 175 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒഡീഷയിലെ 28 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറപ്പെടുവിച്ചു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം, DMK നേതാവ് ദയാനിധി മാരൻ എന്നിവരും ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ 1ാം ഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. ലക്ഷദ്വീപിൽ ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. രത്നഗിരി സിന്ധുദുർഗ് ലോക്സഭാ സീറ്റിലേക്ക് കേന്ദ്രമന്ത്രി നാരായൺ റാണയെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ജനാധിപത്യപരമായ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. രാജ്യത്തെ ജനങ്ങളുടെ വിവേകപൂർണമായ പങ്കാളിത്തം കൊണ്ടാണ് തിരഞ്ഞെടുപ്പുകൾ സുഗമമായും ക്രമമായും നടത്താൻ കഴിയുന്നതെന്നും ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശ്രീ രാജീവ് കുമാർ പറഞ്ഞു. വോട്ടർമാർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ വിവിധ ക്രമീകരണങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. വോട്ട് രേഖപ്പെടുത്താൻ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകണമെന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവാക്കളുടെ നിർണായക ഇടപെടലിന്റെ ആവശ്യകതയ്ക്കും ഊന്നൽ നൽകി. വോട്ടെടുപ്പിൽ EVM വോട്ടുകളും VVPAT സ്ലിപ്പുകളും 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം പുനരാരംഭിക്കും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാകർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. VVPAT സ്ലിപ്പുകളുമായി ഒത്തുനോക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ ധരിപ്പിച്ചു. ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആശയം പരമോന്നത കോടതി കഴിഞ്ഞ ആഴ്ച ഹർജികളിൽ വാദം കേൾക്കവെ തള്ളിയിരുന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ പ്രചാരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് 3 മുന്നണികളുടെയും ദേശീയ നേതാക്കൾ. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. വൈകിട്ട് കേരളപുരത്തെ പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയും BJP നേതാവുമായ VK സിംഗ് കേരളത്തിലെത്തും. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പാലക്കാടും കോട്ടയത്തും കണ്ണൂരും നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ നാളെ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വടകരയിലും കോഴിക്കോട് മണ്ഡലത്തിലെ ഉളിയേരിയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. CPI ജനറൽ സെക്രട്ടറി D രാജയും സംസ്ഥാനത്ത് പ്രചാരണത്തിനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഈ മാസം 26-ന് നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല പോസ്റ്ററിനെതിരെ വടകരയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ KK ശൈലജ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി KM മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ പ്രചാരണ തിരക്കിലാണ് മലപ്പുറത്ത് 3 മുന്നണികളും.
കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. വിധിയെഴുത്തിന് ഒരാഴ്ചയോളം മാത്രം ശേഷിക്കെ പ്രചണ്ഡമായ പ്രചാരണത്തിൽ മുഴുകിയിരിക്കുകയാണ് മലപ്പുറത്തെ 3 മുന്നണി സ്ഥാനാർത്ഥികളും. പൊതുവെ UDF-ന് വിശിഷ്യ മുസ്ലിം ലീഗിന് ആഴത്തിൽ വേരാട്ടമുള്ള മണ്ഡലത്തിൽ എതിരാളിയെ തെല്ലും കൂസാതെയാണ് LDF-ഉം NDA-യും കരുക്കൾ നീക്കുന്നത്. മണ്ഡലത്തിൽ പൊതുവായുള്ള രാഷ്ട്രീയ മേൽക്കൈയും ശാക്തിക ബലാബലത്തിലുള്ള മുൻതൂക്കവും പതിവ് പോലെ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം ലഭ്യമാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീർ. യുവത്വത്തിന്റെ പ്രസരിപ്പോടെ മണ്ഡലത്തെ ഇളക്കിമറിച്ച് നടത്തുന്ന പ്രചാരണവും മതന്യൂനപക്ഷങ്ങളിൽ ഇടതുപക്ഷ അനുഭാവം ശക്തിയാർജിക്കുന്നതും അട്ടിമറിക്ക് വഴിയൊരുക്കുമെന്നാണ് LDF-ന്റെ CPIM സ്ഥാനാർത്ഥി V. വസീഫിന്റെ കണക്കുകൂട്ടൽ. മികച്ച പ്രവർത്തനത്തിലൂടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞതും കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ എന്ന നിലയിലുള്ള ബന്ധങ്ങളും ഗുണം ചെയ്യുമെന്നാണ് NDA-യുടെ BJP സ്ഥാനാർത്ഥി K. അബ്ദുൾ സലാം പറയുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനം അന്താരാഷ്ട്ര നാണയനിധി വർദ്ധിപ്പിച്ചു. 30 ബേസിസ് പോയിന്റുകൾ ഉയർത്തി 6.8% വർദ്ധിപ്പിച്ചത്. കശ്മീർ താഴ്വരയിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് ബീഹാർ സ്വദേശി കൊല്ലപ്പെട്ടു. ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലായിരുന്നു സംഭവം. വെടിയേറ്റ ഉടൻ തന്നെ പോലീസ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. സംഭവത്തെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അപലപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക പൈതൃക ദിനം. വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അറിയുകയും ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. വ്യത്യസ്ത സമൂഹങ്ങളുടെ തനതായ പൈതൃകം പര്യവേക്ഷണം ചെയ്യാനും അഭിനന്ദിക്കാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്മാരകങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കാൻ 1983 യുനെസ്കോ തീരുമാനിച്ചത്. ആലപ്പുഴ ജില്ലയിൽ എടത്വ പഞ്ചായത്തിലെ വിളക്കുമരം പാടശേഖരത്ത് വളർത്തുന്ന താറാവുകളിലും ചെറുതന പഞ്ചായത്തിലെ വാർഡ് 3 വളർത്തുന്ന താറാവുകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷിപ്പനിക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. പക്ഷിപ്പനിയുടെ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ കൊന്ന് നശിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. മേടമാസ വിഷു പൂജകൾക്കായി തുറന്ന ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. നട തുറന്ന ദിവസം മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മധ്യവേനൽ അവധിയായതിനാൽ കുട്ടികളുമായി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിച്ചു. തൃശൂരിൽ ഇന്ന് പൂരവിളംബരം. നെതലക്കാവിലമ്മയുടെ തിടമ്പേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നു. നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. മേളമൊഴിയാത്ത പൂരരാവുകൾക്കായി വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നട തുറക്കാനുള്ള നിയോഗം നെയ്തലക്കാവിലമ്മയ്ക്കാണ്. ഇത്തവണയും രാവിലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളി വടക്കുംനാഥ സന്നിധിയിലെത്തിയാണ് ദേശപൂരങ്ങൾക്കായി നട തുറന്നത്. എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമേന്തി പൂരവിളംബരം ചെയ്തത്. പൂരവിളംബരം കഴിഞ്ഞതോടെ പിന്നെ വടക്കുംനാഥന്റെ നിലപാടുതറയിൽ പൂരം അറിയിച്ചുകൊണ്ടുള്ള ശംഖുനാഥമുയർന്നു. ഇന്നലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിനും മാനത്ത് വിരിഞ്ഞ സാമ്പിൾ വെടിക്കെട്ടിനും 10,000 എത്തിച്ചേർന്നിരുന്നു. നാളെ രാവിലെ 6 മുതൽ ചെറുപൂരം എത്തിത്തുടങ്ങും. മഠത്തിൽ വരവ് രാവിലെ 11-നും ഇലഞ്ഞിത്തറ മേളം 2-നും പ്രധാന ചടങ്ങായ കുടമാറ്റം വൈകിട്ട് 4-നും അരങ്ങേറും. പിറ്റേന്ന് പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. പകൽപൂരം കഴിഞ്ഞാൽ ഉച്ചയോടെ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇത്തവണത്തെ പൂരത്തിന് സമാപനമാകും. കേരളത്തിൽ വേനൽ മഴയ്ക്കൊപ്പം ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. അഹമ്മദാബാദിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 404 പോയിന്റ് ഉയർന്ന് 73,348-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 142 പോയിന്റ് നേട്ടത്തിൽ 22,290-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 54,120-ലും ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 6,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 96 ലോക്സഭാ സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിനുള്ള 4ാംഘട്ട വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള 1ാംഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് ചൂടിൽ. 3 മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് മുന്നോടിയായി ഇന്ന് പൂരവിളംബരം. തൃശൂർ പൂരം നാളെ. കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിൽ. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത.
മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.